ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ അപാകതകളും ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ഞാൻ 11 മണിക്കാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവ് നന്നായിട്ടുണ്ടാവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഫോൺ ആയതുകൊണ്ട് അതിലേറെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോ കാണാനായിട്ട്. മനസ്സിലായല്ലോ അല്ലേ? അതായത് ക്ലാരിറ്റി കുറവാണ് എൻ്റെ ഫോണിന്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മൈൻഡ് ആക്കണ്ട, ഞാൻ റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഈ 2 ലിപ്സ്റ്റിക്കുകളാണ്. നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുണ്ടാവും, പക്ഷെ നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, നമുക്ക് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടും ഈ ഒരു 2 ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓവർ ലാഗ് ആക്കുന്നില്ല, ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ്, ലിപ്സ്റ്റിക് ബ്രാൻഡ് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം. ബ്രാൻഡ് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ഡാസ്ലറിൻ്റെ. അപ്പം ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ 25 ഷെയ്ഡും ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ 29ഉം ആണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടുമ്പോൾ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പിങ്ക് കളർ നമുക്ക് കിട്ടും. നമുക്ക് ഡസ്കി സ്കിൻ ടോൺ ഉണ്ടല്ലോ, നല്ലൊരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളർ ഇടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുക. നമ്മുടെ സ്കിൻ ഒന്നുകൂടി ബ്രൈറ്റ് ആയ പോലെയും നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന പോലെയൊക്കെ തോന്നും. ന്യൂഡ് കളറിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ 2 ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഈ ഒരു ഡാസ്ലറിന് ഈ ഒരു കളർ നിർബന്ധമായിട്ട് നമുക്ക് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിന് വേണം. ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ 25, അതെന്തായാലും വേണം. ഈ ഒരു ഷെയ്ഡ് 29 വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ, റെഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു കളർ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഡാർക്ക് പിങ്ക് കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കിയാലോ. ഇത് ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾ റെഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെഡ് ഒരു കുഞ്ഞ് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ ആ ഒരു കളറിൽ കിട്ടും. ഈ ഒരു ഇതുണ്ടല്ലോ ഡാർക്ക്, അത് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പിങ്ക് കളറാണ് നമുക്ക് കിട്ടുക. എനിക്കങ്ങനെ ക്ലോസ് നിന്ന് കാണിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നല്ല പിങ്കിഷ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് അത് കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടും. ഇനി കുറച്ചും കൂടി ന്യൂഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കളർ ഇത് ഉപയോഗിച്ചാൽ മതി, കുറച്ചും കൂടി ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളൊരു പാകത്തിനനുസരിച്ച് ഇനിയിപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പിങ്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതും കുറഞ്ഞ ക്വാണ്ടിറ്റി ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു ഡോട്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക വിരൽ വെച്ചിട്ട്. അപ്പം അതിലേറെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം എനിക്കിങ്ങനെ ക്ലോസ് വരാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട വിചാരിക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളിയാണ്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഈ നൈറ്റിലായതുകൊണ്ടും ഈ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ടും എത്രത്തോളം ലെക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. നല്ലൊരു പിങ്ക് കളർ ഇഷ്ടപ്പെടുന്നവർ ഉപയോഗിച്ച് നോക്കൂ. പിന്നെ അതേ പറഞ്ഞ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തേനൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എൻ്റെ പോലെ ഡെയിലി ഉപയോഗിക്കേണ്ട, വേറെ ഒന്നുമല്ല, അത് നമ്മളെ ചുണ്ട് കറുപ്പിക്കും, നല്ലൊരു ഡാർക്കർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ ഒരു കളർ കോംബോ ഈ ഒരു കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും. അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പിന്നെ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കുകയാണ്. പക്ഷെ എനിക്ക് 8ൻ്റെ പണി കിട്ടുന്നുണ്ട്, നല്ല ഡാർക്കായിട്ട് വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ.